വിദ്യാർത്ഥികളെ, 8ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ സോഷ്യൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് പെയർ. ഇവിടെ താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. 2 വിഭാഗമായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ കറക്റ്റ് പെയർ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 കോളത്തിൽ നമുക്ക് നോക്കാം. ആദ്യത്തത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് ഏതാണ്? നായർ സർവീസ് സൊസൈറ്റി, നായർ സർവീസ് സൊസൈറ്റിയുടെ ഫൗണ്ടറാണ്. അപ്പം മന്നത്ത് പത്മനാഭൻ, നായർ സർവീസ് സൊസൈറ്റി. അടുത്തത് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ബി ഒന്നാമത്തതുമായി ബന്ധപ്പെട്ടത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. സി അയ്യങ്കാളി. അയ്യങ്കാളി എന്ന് പറയുന്നത് സാധുജന പരിപാലന സംഘം, സാധുജന പരിപാലന സംഘം. വാഗ്ഭടാനന്ദൻ ഏതാണ്? ആത്മവിദ്യ സംഘം, ആത്മവിദ്യ സംഘം. അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഡി ഓപ്ഷനാണ് കറക്റ്റ്. എ എന്ന് പറയുന്നത് നാലാമത്തെ, ബി എന്ന് പറയുന്നത് ഒന്നാമത്തെ, സി എന്ന് പറയുന്നത് രണ്ടാമത്തെ, ഡി എന്ന് പറയുന്നത് മൂന്നാമത്തെ. 4, 1, 2, 3. 4, 1, 2, 3. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹു വാസ് ദ പാട്രിയോട്ട് ഹു കോൾഡ് ഫോർ ആൻ ആംഡ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ത്രൂ ദ കുണ്ട്ര പ്രൊക്ലമേഷൻ? അപ്പോൾ കുണ്ട്ര പ്രൊക്ലമേഷനുമായി ബന്ധപ്പെട്ടത് ആരാണ്? പാലിയത്തച്ഛൻ, വേലുത്തമ്പി തളവ, എടച്ചേന കുങ്കൻ, പഴശ്ശിരാജ. ബി വേലുത്തമ്പി തളവ. Who was the patriot who called for an armed struggle against the British through the കുണ്ട്ര പ്രൊക്ലമേഷൻ? ആരാണ്? വേലുത്തമ്പി ദളവ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആൻഷ്യൻ കൺട്രി വിറ്റ്നസ് ദ ഒറിജിൻ ഓഫ് ഡെമോഗ്രഫി? ഒറിജിൻ ഓഫ് ഡെമോഗ്രഫിയുടെ ഏതാണ്? ഗ്രീസ്. ഏതാണ്? ഗ്രീസ് ആണ്. നാലാമത്തെ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫോംസ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഫോംസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. മൊണാർക്കി എന്ന് പറയുന്നത് ടോട്ടൽ പവർ ഈസ് വെസ്റ്റഡ് ഇൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ. ഡിക്റ്റാറ്റർഷിപ്പ് എന്ന് പറയുന്നത് എ കിങ് ഓർ ക്യൂൺ റൂൾസ്. മിലിറ്ററി എന്ന് പറയുന്നത് മിലിറ്ററി ഡിക്റ്റാറ്റർഷിപ്പ് എന്ന് പറയുന്നത് ദ മിലിറ്ററി ഡയറക്ട്ലി റൂൾസ്. തിയോക്രാറ്റിക് സ്റ്റേറ്റ് റൂൾ അക്കോർഡിംഗ് ടു റിലീജിയസ് ലോ. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സിയും ഡിയുമാണ്. ഓപ്ഷൻ സിയും ഡിയും. മിലിറ്ററി ഡിക്റ്റാറ്റർഷിപ്പ് എന്ന് പറയുന്നത് ദ മിലിറ്ററി ഡയറക്ട്ലി റൂളാണ്. തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് റൂൾ അക്കോർഡിംഗ് ടു റിലീജിയസ് ലോസ്. സിയും ഡിയുമാണ്. ഇനി ആൻസർ ദ ക്വസ്റ്റ്യൻ ഫ്രം 5 to 7 നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഗ്ലേസിയേഷൻ ആൻഡ് വെതറിങ്. എന്താണ് ഗ്ലേസിയേഷൻ അല്ലെങ്കിൽ വെതറിങ്? അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ട് ഈസ് പ്രസിപ്പിറ്റേഷൻ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ? അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? ഒന്ന്, എന്താണ് ഡിഫൈൻ ഗ്ലേസിയേഷൻ ആൻഡ് വെതറിങ്? എന്താണ് ഗ്ലേസിയേഷൻ ആൻഡ് വെതറിങ് എന്ന് പറയുന്നത്? രണ്ടാമത്തത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ ആൻസർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഗ്ലേസിയേഷൻ. എന്താണ് ഗ്ലേസിയേഷൻ? അതായത് ഹിമാനി പ്രവർത്തനം. ഗ്ലേസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഗ്ലേസിയേഴ്സ് ആർ മൂവിങ് മാസ് ഓഫ് ഐസ്. ആസ് എ റിസൾട്ട് ഓഫ് ദിയർ മൂവ്മെന്റ് ഡിഫറെന്റ് ലാൻഡ് ഫോംസ് ആർ ക്രിയേറ്റഡ് ആൻഡ് ദ സർഫസ് ഇസ് ചേഞ്ച്ഡ്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഗ്ലേസിയേഷൻ. എന്താണ് ഗ്ലേസിയേഷൻ എന്ന് വെച്ചാൽ? അതായത് ഹിമാനികൾ ചലിക്കുന്ന വലിയ മഞ്ഞുപിണ്ഡങ്ങളാണ്. അപ്പോൾ ഗ്ലേസിയേഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന വലിയ മഞ്ഞുപിണ്ഡങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഹിമാനികൾ എന്ന് പറയുന്നത്. അവയുടെ ചലനഫലമായിട്ട് വിവിധ ഭൂരൂപങ്ങൾ രൂപപ്പെടുകയും, അതായത് വിവിധ തരത്തിലുള്ള ഇങ്ങനെ മഞ്ഞിൻ്റെ ഓരോരോ രൂപങ്ങൾ രൂപപ്പെടുകയും അതിൻ്റെ ഭൂതലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലേസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലേസിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ മൂവിങ് മാസ് ഓഫ് ഐസ്. അതൊരു വലിയ മാസ് ഓഫ് ഐസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഗ്ലേസിയേഴ്സ് എന്ന് പറയുന്നത്. ഗ്ലേസിയേഴ്സ് എന്ന് വെച്ചാൽ മൂവിങ് മാസ് ഓഫ് ഐസ് മൂവ് ചെയ്യുന്ന വലിയൊരു മാസ് ഓഫ് ഐസ് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലേസിയേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് ഉണ്ടാവുകയും അതിൻ്റെ സർഫസ് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് ഗ്ലേസിയേഷൻ എന്ന് പറയുന്നത്. ഇനി വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെതറിംഗ് ഈസ് ദ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ഡികമ്പോസിഷൻ ഓഫ് ഇൻറ്റിഗ്രേഷൻ ഓഫ് റോക്സ് ഓൺ ദ എർത്ത് സർഫസ്. അപ്പോൾ വെതറിംഗ് അതായത് വാതാവസ്ഥ ക്ഷയം എന്ന് പറയും. അത് എന്താണ്? നമ്മുടെ എർത്ത് സർഫസിലെ, അതായത് നമ്മുടെ ഭൂതലത്തിലെ എന്താണ്, നമ്മുടെ റോക്സ് അല്ലെങ്കിൽ നമ്മുടെ എർത്ത് സർഫസിലെ പാറകൾ കെമിക്കൽ, ഫിസിക്കൽ, ബയോളജിക്കൽ എന്ന പ്രക്രിയകളിലൂടെ ഡീകമ്പോസിഷനിലൂടെ ചിതറിയോ ഡീകമ്പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വിഘടിച്ചോ പോകുന്ന പ്രക്രിയയാണ് വെതറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കലി, കെമിക്കലി, ബയോളജിക്കലി എന്ത് ചെയ്യുന്നു? നമ്മുടെ എർത്ത് സർഫസിലുള്ള നമ്മുടെ റോക്സ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഡീകമ്പോസിഷൻ ചെയ്തോ ഡിസിൻറ്റഗ്രേഷൻ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെതറിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബിയിൽ നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പ്രസിപ്പിറ്റേഷൻ എന്നാണ് ചോദിച്ചിരുന്നത്. പ്രസിപ്പിറ്റേഷൻ മീൻസ് വർഷണം എന്നാണ് മലയാളം പറയുന്നത്. Precipitation is the process by which water particles are released from cloud through continuous condensation and fall to the ground in solid liquid form. The various forms of the precipitation are rain, snow, sleet and hailstone. അതായത് നമ്മുടെ മേഘങ്ങൾ ക്ലൗഡ്സിൽ തുടർച്ചയായിട്ട് എന്ത് സംഭവിക്കും? കണ്ടൻസേഷൻ സംഭവിക്കുകയും അതുമൂലം എന്ത് ചെയ്യും? വാട്ടർ പാർട്ടിക്കിൾസ് അതായത് ജലകണങ്ങൾ പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യും? ഈ കണ്ടിന്യൂസ് കണ്ടൻസേഷൻ്റെ ഫലമായിട്ട് അത് സോളിഡ് രൂപത്തിലോ അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലോ എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് വീഴുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ്റെ വിവിധ ഫോംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ പറയും മഴ എന്താണ്? ലിക്വിഡ് ഫോമിൽ തന്നെ എന്ത് ചെയ്യും? താഴേക്ക് വീഴും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? സ്നോ, മഞ്ഞ് വീഴ്ച, സ്ലീറ്റ് അല്ലെങ്കിൽ ഹെയിൽസ്റ്റോൺ എന്ന് വെച്ചാൽ ആലിപ്പഴം. നമ്മൾ പറയാറുണ്ട് ആലിപ്പഴം വീഴുമെന്ന്. അപ്പോൾ ഈ മഴയും മഞ്ഞും ഒക്കെ ഇങ്ങനെ വീഴുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ആലിപ്പഴം വീഴുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ക്ലൗഡ്സ് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടൻസേഷൻ മൂലം, തുടർച്ചയായിട്ടുള്ള കണ്ടൻസേഷൻ മൂലം വാട്ടർ പാർട്ടിക്കിൾസ് പുറത്ത് വന്നിട്ട് ലിക്വിഡ് ഫോമിലോ അല്ലെങ്കിൽ സോളിഡ് ഫോമിലോ ഭൂമിയിലേക്ക് വീഴുന്ന ആ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ എന്താണ് പ്രസിപ്പിറ്റേഷൻ എന്നും എന്താണ് ഗ്ലേസിയേഷൻ എന്നും വെതറിംഗ് എന്നും നമ്മൾ പഠിച്ചു വച്ചിരിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 4 റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ബൈ ദ 40th സെഞ്ച്വറി. ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസത്തിൻ്റെ 4 കാരണങ്ങൾ, 40th സെഞ്ച്വറി 4 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസത്തിൻ്റെ 4 റീസൺസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്ലൈമറ്റ് ചേഞ്ച്. ഒന്നെന്താണ്? ക്ലൈമറ്റ് ചേഞ്ച്. രണ്ടാമത്തെ സ്കേഴ്സിറ്റി ഓഫ് മെറ്റൽ കോയിൻസ്, അതായത് നമ്മുടെ ലോഹ നാണയങ്ങളുടെ ക്ഷാമം, സ്കേഴ്സിറ്റി ഓഫ് മെറ്റൽ കോയിൻസ്. നെക്സ്റ്റ് സ്ട്രെങ്തനിങ് ഓഫ് മൊണാർക്കി, അതായത് നമ്മുടെ രാജതന്ത്രങ്ങൾ ഇങ്ങനെ ആവിഷ്കരിക്കില്ല, അപ്പോൾ രാജതന്ത്രത്തിൻ്റെ ശക്തിവർദ്ധനം, സ്ട്രെങ്ത് ഓഫ് മൊണാർക്കി. അടുത്തത് സ്പ്രെഡ് ഓഫ് ദ പാൻഡമിക് നോൺ ആസ് ദ പ്ലേഗ് ഓർ ബ്ലാക്ക് ഡെത്ത്. എന്താണ്? നമ്മുടെ പ്ലേഗ് അല്ലെങ്കിൽ പ്ലേഗിനെ അറിയപ്പെടുന്നതാണ് ബ്ലാക്ക് ഡെത്ത് എന്ന്. അത് കണ്ടിന്യൂസ് ആയിട്ട് വ്യാപിച്ചത്. നെക്സ്റ്റ് ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡറിൻ്റെ കണ്ടുപിടുത്തം. നെക്സ്റ്റ് ക്രൂസഡേഴ്സ്, എന്താണ്? ക്രൂശ് യുദ്ധങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച്, സ്കേഴ്സിറ്റി ഓഫ് മെറ്റൽ കോയിൻസ്, സ്ട്രെങ്തനിങ് ഓഫ് മൊണാർക്കി, സ്പ്രെഡ് ഓഫ് പാൻഡമിക് നോൺ ആസ് ദ പ്ലേഗ് ഓർ ബ്ലാക്ക് ഡെത്ത്. പ്ലേഗിനെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ പാൻഡമിക് സ്പ്രെഡിങ് ആണ്. പിന്നെന്താണ്? ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ, ക്രൂശ് യുദ്ധങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എന്തിന് കാരണമായത്? നമ്മളുടെ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസത്തിന് കാരണമായത്. 7th ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ലൈഫ് ആൻഡ് കൾച്ചർ ഓഫ് ദ പീപ്പിൾ ഇൻ ദ അറേബ്യൻ പെനിൻസുല. അറേബ്യൻ പെനിൻസുലയിലെ ലൈഫ് ആൻഡ് കൾച്ചറാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അറേബ്യൻ പെനിൻസുല. അപ്പം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അറേബ്യൻ പെനിൻസുല, അതായത് അറേബ്യൻ ഉപദ്വീപ്. ദ അറേബ്യൻ പെനിൻസുല ഈസ് എ വാസ്റ്റ് ലാൻഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ റെഡ് സീ ആൻഡ് പേർഷ്യൻ ഗൾഫ്. എന്താണ്? ചുവപ്പ് കടലിനും വാസ്റ്റ് ലാൻഡ് സിറ്റുവേഷൻ ബിറ്റ്വീൻ ദ റെഡ് സീ ആൻഡ് ദ പേർഷ്യൻ ഗൾഫ് അല്ലേ. അറേബ്യൻ പെനിൻസുല എന്ന് പറയുന്നത് നമ്മുടെ ചെങ്കടലിനും ചുവപ്പ് കടലിനും പേർഷ്യൻ ഉൾക്കടലിനും
പേർഷ്യൻ ഉൾക്കടലുകൾ പേർഷ്യൻ ഗൾഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ പേർഷ്യൻ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നല്ല വാസ്റ്റ് ലാൻഡ്, വിശാലമായ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് അറേബ്യൻ പെനിൻസുല എന്ന് പറയുന്നത്. ദ അറബ്സ് ഹിയർ വെയർ ഡിവൈഡഡ് ഇൻ ടു മെനി ട്രൈബ്സ്. ഇവിടെയുള്ള അറബികൾ പല ഗോത്രങ്ങളായിട്ട് ട്രൈബ്സ് ആയിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മോസ്റ്റ് ഓഫ് ദ ട്രൈബ്സ് ലെഡ് എ നൊമാഡിക് ലൈഫ്. അധിക പേരും ഇവിടെയുള്ള അറബികൾ മിക്ക ഗോത്രങ്ങളും നാടോടി ജീവിതമാണ് നയിക്കുന്നത്, നൊമാഡിക് ലൈഫാണ്. ഹവർ സം ഗ്രൂപ്പ്സ് റിസൈഡിങ് ദ സിറ്റീസ് എൻഗേജ്ഡ് ഇൻ ട്രേഡ് ആൻഡ് അഗ്രികൾച്ചർ. പക്ഷെ എന്നാൽ നഗരങ്ങളിൽ താമസിച്ച ചില വിഭാഗങ്ങൾ കൃഷിയും വ്യാപാരവും ഒക്കെ ഏർപ്പെടുന്നുണ്ട്. ദേ ട്രാവൽ ടു വേരിയസ് റീജിയൻസ് ഫോർ ട്രേഡ്. ദ കഅബ ഇൻ മെക്ക വാസ് ദ പിൽഗ്രിമേജ് സെന്റർ ഫോർ ദ അറേബ്യ. അവർ എന്ത് ചെയ്യുന്നു, ട്രേഡിന് വേണ്ടിയിട്ട് ഒരുപാട് വ്യാപാരത്തിനായിട്ട് അവർ വിവിധ പ്രദേശങ്ങളിലേക്ക് ഒരുപാട് യാത്രകൾ ചെയ്യുന്നു. പിന്നെ കഅബ ആൻഡ് മക്ക അല്ലേ, കഅബ അറബികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. മക്കയിലെ കഅബ അറബികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ദ പിൽഗ്രിമേജ് സീസൺ വാസ് എ പീരീഡ് ഓഫ് പീസ് എമംഗ് ദം. തീർത്ഥാടന കാലം അവരുടെ ഒരു സമാധാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറേബ്യൻ പെനിൻസുല, അറേബ്യൻ ഉപദ്വീപ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെഡ് സീക്കും പേർഷ്യൻ ഗൾഫിനും ഇടയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു വാസ്റ്റ് ലാൻഡാണ്. അവർ ട്രൈബുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അറബ്സിനെ. അതിൽ കൂടുതൽ പേരും നൊമാഡിക് ലൈഫാണ്, നാടോടികളെ പോലെയാണ് ജീവിച്ചിരുന്നത്. കുറേ പേര് സിറ്റീസിൽ ട്രേഡും അഗ്രികൾച്ചറുമായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ട്. അവർ ഒരുപാട് റീജിയണിലേക്ക് വ്യാപാരത്തിനായിട്ട് ട്രേഡിനായിട്ട് പോകുമായിരുന്നു. കഅബ ഇൻ മക്കയിലെ കഅബ അവരുടെ ഒരു മേജറായിട്ടുള്ള ഒരു പിൽഗ്രിമേജ് സെൻറ്റർ, അതായത് തീർത്ഥാടന കേന്ദ്രം ആയിരുന്നു അറബികളുടെ. ആ സമയത്ത് അവർക്ക് പിൽഗ്രിമേജ് സീസൺ എന്ന് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെ കാലഘട്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇത്രയൊക്കെയാണ് ഉള്ളത്. അടുത്തത് ആൻസർ ദ ക്വസ്റ്റ്യൻ 8 to 11 എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിസിഷൻ ഫാമിംഗ് ഈസ് ദ മോസ്റ്റ് സൂട്ടബിൾ ഫാമിംഗ് മെത്തേഡ് ഫോർ മോഡേൺ ടൈംസ്. അനലൈസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. അതായത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് മോഡേൺ ടൈംസിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫാമിംഗ് മെത്തേഡാണെന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് അതിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നോ എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിസിഷൻ ഫാമിംഗ് അതായത് കൃത്യത കൃഷി എന്ന് മലയാളത്തിൽ പറയും. നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്? പ്രിസിഷൻ ഫാമിംഗ് ഈസ് എ ടെക്നിക് ദാറ്റ് എനേബിൾസ് മാക്സിമം പ്രൊഡക്ഷൻ ബൈ പ്രൊവൈഡിങ് ഈച്ച് ക്രോപ്പ് വിത്ത് ദ റിക്വയർഡ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ മെറ്റീരിയൽ അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി. ദിസ് മെത്തേഡ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ റെയിൻ ഷെൽട്ടർ ആൻഡ് ഓപ്പൺ ഏരിയാസ്. എന്താണ് ഈ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്? അതായത് ഓരോ വിളയ്ക്കും ആവശ്യമായ വാട്ടർ, ന്യൂട്രിയൻസ്, പിന്നെ ക്രോപ്പ് പ്രൊട്ടക്ഷൻ മെറ്റീരിയൽ, ആ വിള സംരക്ഷിക്കാൻ ആവശ്യമായ വസ്തുക്കൾ എന്നിവ ശരിയായ സമയത്തും ശരിയായ അളവിലും നൽകി പരമാവധി ഉൽപ്പാദനം ഉറപ്പാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എന്തെന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഈ രീതി നമ്മൾ റെയിൻ ഷെൽട്ടർ ഉള്ളിടത്ത്, അതായത് മഴക്കവചമുള്ള സ്ഥലങ്ങളിലും തുറന്ന പ്രദേശങ്ങളിലുമാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ എന്താണ് പ്രിസിഷൻ ഫാമിംഗ് എന്നത്? അപ്പോൾ ഓരോ ക്രോപ്പിനും, അതായത് ഓരോ വിളയ്ക്കും അതിനാവശ്യമായ വാട്ടർ, ജലം, ന്യൂട്രിയൻസ്, പോഷകങ്ങൾ, പിന്നെന്താണ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ അതിൻ്റെ റൈറ്റ് ടൈമിൽ കൊടുത്ത് പരമാവധി നൽകി പരമാവധി ഉൽപ്പാദനം ഉറപ്പാക്കുന്ന, പരമാവധി പ്രോഡക്റ്റ് നമുക്ക് നല്ല റൈറ്റ് ക്വാണ്ടിറ്റിയിൽ കിട്ടാൻ പാകത്തിന് ഉറപ്പാക്കുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യയാണ് എന്തെന്ന് പറയുന്നത് പ്രിസിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതി നമ്മൾക്ക് ഓപ്പൺ ഏരിയാസിലും റെയിൻ ഷെൽട്ടർ ഉള്ളിടത്തും നടപ്പിലാക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രധാന മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അഡ്വാൻറ്റേജസ് എന്തെന്നാണെന്ന് വെച്ചാൽ പ്രിസൈസ് യൂസ് ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്, ജലത്തിൻ്റെയും പോഷകങ്ങളുടെയും കൃത്യമായ ഉപയോഗം. എഫിഷ്യൻറ്റ് യൂസ് ഓഫ് മെഷീനറി, യന്ത്രങ്ങൾ നമുക്ക് യന്ത്രങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം നൽകാം. പിന്നെ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്, കൃഷിയിടങ്ങളുടെ മെച്ചപ്പെട്ട പരിപാലനം. അപ്പോൾ ഈ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് പ്രിസൈസ് യൂസ് ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്,
എഫിഷ്യൻറ്റ് യൂസ് ഓഫ് മെഷീനറി, ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. യന്ത്രങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം നടത്താൻ, കൃഷിയിടങ്ങളുടെ മെച്ചപ്പെട്ട പരിപാലനമൊക്കെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഇനി 9th ക്വസ്റ്റ്യൻ. എന്താണ് 9th ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് കോട്ടേജ് ഇൻഡസ്ട്രി? എന്താണ് കോട്ടേജ് ഇൻഡസ്ട്രി? 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കോട്ടേജ് ഇൻഡസ്ട്രി? കോട്ടേജ് ഇൻഡസ്ട്രീസ് ആർ ഇൻഡസ്ട്രീസ് വെയർ ആൻ ഇൻഡിവിജ്വൽ ഓർ ഫാമിലി കൺവേർട്സ് ലോക്കലി അവൈലബിൾ റിസോഴ്സ് ഇൻടു പ്രോഡക്ട്സ് യൂസിങ് ട്രഡീഷണൽ ടെക്നിക്. എന്താണ് കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ? നമ്മുടെ ഗ്രാമ വ്യവസായങ്ങളെയാണ് കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേറെ ആൻ ഇൻഡിവിജ്വൽ ഓർ ഫാമിലി കൺവേർട്ട് ലോക്കലി അവൈലബിൾ റിസോഴ്സ് ഇൻടു പ്രോഡക്റ്റ് യൂസിങ് ട്രഡീഷണൽ ടെക്നിക്സ്. അതായത് നമുക്ക് നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് പ്രാദേശികമായി ലഭ്യമാകുന്ന സാധനങ്ങൾ വച്ചിട്ട്, റിസോഴ്സസ് വച്ചിട്ട്, അല്ലെങ്കിൽ വിഭവങ്ങളെ പരമ്പരാഗത സാങ്കേതിക വിദ്യ, നമ്മുടെ ട്രഡീഷണൽ ടെക്നിക്സ് ഉപയോഗിച്ച് ഒരാൾ അല്ലെങ്കിൽ ഒരു കുടുംബം അതിനെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഇൻഡസ്ട്രീനെയാണ് നമ്മളിതെന്ന് പറയുന്നത് കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ട്രഡീഷണൽ ടെക്നിക്ക് ഉപയോഗിച്ച് വേറൊരു ഉൽപ്പന്നമാക്കിയിട്ട് ഒരു കുടുംബമോ അല്ലെങ്കിൽ ഒരാളോ മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കോട്ടേജ് ഇൻഡസ്ട്രിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ലോ ഇൻ ദിസ് ഇൻഡസ്ട്രി. ഇതിൻ്റെ തുടക്കത്തിലുള്ള ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് തുടക്കത്തിലെ നിക്ഷേപം വളരെ കുറവാണ്. കോട്ടേജ് ഇൻഡസ്ട്രീസ് റിലി മെയിൻലി ഓൺ ദ ലേബർ ഫോഴ്സ് ഓഫ് ഫാമിലി മെമ്പേഴ്സ്. കുടുംബാംഗങ്ങളുടെ തൊഴിൽ ശക്തിയിലാണ് പ്രധാനമായിട്ടും, അല്ലേ, നമ്മുടെ ഫാമിലിയിലെ തൊഴിൽ ശക്തിയിലായിരിക്കും പ്രധാനമായിട്ടും ആശ്രയിച്ചിട്ടുണ്ടാവുക. കോട്ടേജ് ഇൻഡസ്ട്രീസ് ആർ ദ ബാക്ക് ബോൺ ഓഫ് മെനി റൂറൽ എക്കണോമിക്സ് അറൗണ്ട് ദ വേൾഡ്. ലോകമെമ്പാടുള്ള നിരവധി നമ്മളുടെ ഈ കോട്ടേജ് ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് എന്തെന്ന് പറയുന്നത് കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. റൂറൽ എക്കണോമിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ എന്താണ്, കോട്ടേജ് ഇൻഡസ്ട്രിയാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ചാർട്ട് റിഗാർഡിംഗ് ദ കോണ്ടിനൽ കോൺഗ്രസ്. താഴെ കോണ്ടിനൽ കോൺഗ്രസിൻ്റെ തന്നിട്ടുണ്ട്. കുറച്ച് കോണ്ടിനൽ കോൺഗ്രസ് ഒക്കെ നന്നായി നോക്കിയിട്ട് പോകുന്ന ഭാഗങ്ങളാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് കോണ്ടിനൽ കോൺഗ്രസ് എന്ന് പറയുന്നത് 1774 ആണ്. റെപ്രസെൻറ്റേറ്റീവ് ഫ്രം 12 കോളനീസ് അറ്റൻഡഡ്. ഇറ്റ് വാസ് ഡിസൈഡ് ടു സസ്പെൻഡ് ട്രേഡ് അൺടിൽ ദ ഗ്രീവൻസ് വെയർ റിസോൾവ്. ഇത് ഫസ്റ്റ് കോണ്ടിനൽ കോൺഗ്രസിനെ കുറിച്ച് തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോണ്ടിനൽ കോൺഗ്രസും തേർഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസും എന്താണെന്ന് പഠിച്ചു വെച്ചിട്ട് വേണം പോവാൻ. എന്തൊക്കെയാണ് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ നമ്മൾ എഴുതുക? 1775 ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ വാസ് സബ്മിറ്റഡ് ബിഫോർ ദ കിങ് ഓഫ് ബ്രിട്ടൻ. അപ്പോൾ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ എന്തൊക്കെയാണ്? 1775 എന്താണ് ഒലീവ് ബ്രാഞ്ച് ഹർജി, ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിക്കുന്നു. ജോർജ് വാഷിങ്ടൺ വാസ് അപ്പോയിൻറ്റഡ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ അമേരിക്കൻ ആർമി. ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫായിട്ട് നിയമിച്ചു. അപ്പം കമാൻഡിങ് ചീഫ് ആരായിരുന്നു? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. നെക്സ്റ്റ്, വാർ വിത്ത് ബ്രിട്ടൻ കമൻസ്ഡ്. ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. അപ്പോൾ സെക്കൻഡ് കോണ്ടിനൽ കോൺഗ്രസ്സിൽ 1775 ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ബ്രിട്ടൻ രാജാവിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തു. രണ്ടാമത്തെ ജോർജ് വാഷിങ്ടണിനെ കമാൻഡർ ഇൻ ചീഫായിട്ട്, അമേരിക്കൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. വാർ വിത്ത് ബ്രിട്ടൻ കമൻസ്ഡ് അല്ലേ, ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. ഇനി തേർഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1776 ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് ഇഷ്യൂഡ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപന പുറപ്പെടുവിച്ചു. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പുറപ്പെടുവിച്ചു. ഇറ്റ് വാസ് ഡ്രാഫ്റ്റഡ് ബൈ തോമസ് ജെഫേഴ്സൺ. ഇത് തോമസ് ജെഫേഴ്സൺ ആണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തത്. ഈ തോമസ് ജെഫേഴ്സൺ ആണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ ഇതാണ് തേർഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലുണ്ടായിരുന്നത്. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസും തേർഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസും ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസുമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ. അനലൈസ് ദ പ്രൊവൈഡഡ് പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. താഴെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്, കുറച്ച് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ്? ഇതിലേതാണ് ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഇക്വേറ്റർ അല്ലേ. ഇതിലേതാണ്
ഇക്വേറ്റർ ആണ്. ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്ന് പറയുന്നത്, ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇക്വേറ്റർ. ബി, വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. ഇതിൽ ലാറ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 66½ ഡിഗ്രി നോർത്ത് ആർട്ടിക് സർക്കിൾ, 23½ ഡിഗ്രി ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23½ ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, 66½ ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് സർക്കിൾ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നോക്കാം. വാട്ട് ഈസ് ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. എന്താണ് സണ്ണിൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ്സ് എഫക്റ്റ്. ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. സിൻസ് ദ tilt of earth axis is maintained at an angle of 23½ degree throughout the revolution, the sun's apparent position moved to northward and southward between the tropic of Cancer and the tropic of Capricorn. This apparent shift in the sun's position is called the apparent movement of the sun. അപ്പോൾ എന്താണ് apparent movement of the sun എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ അല്ലെ എർത്തിൻ്റെ അച്ചുതണ്ട് ആക്സിസ്, എർത്ത് ആക്സിസ് 23½ ഡിഗ്രി ആംഗിളിൽ എന്താണ് ചെരിഞ്ഞിരിക്കുന്നതിനാൽ എന്ത് ചെയ്യും, അതിൻ്റെ സൂര്യൻ്റെ ദൃശ്യമാന സ്ഥാനം എന്തായിരിക്കും, നമ്മളുടെ നോർത്ത് വേർഡ് ആൻഡ് സൗത്ത് വേർഡ് ബിറ്റ്വീൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് ഇതിൻ്റെയും നോർത്ത് വേർഡും സൗത്ത് വേർഡും മാറി മാറി സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ 23½ ഡിഗ്രി കോണിൽ ചെരിഞ്ഞിരിക്കുന്നതിനാൽ സൂര്യൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് സ്ഥാനം എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും തമ്മിൽ നോർത്ത് സൗത്ത് വേർഡ് എന്താണ് മാറി മാറി സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. എഫക്ട്സ് ഓഫ് ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്നാണ് ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് ചേഞ്ച്. അതായത് ഇതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ പകലിൻ്റെയും രാത്രിൻ്റെയും ലെങ്ത്തിൽ ഡ്യൂറേഷൻ അല്ലെ, ചിലപ്പോൾ രാത്രി കൂടും പകൽ കുറയും, ചിലപ്പോൾ പകൽ കൂടും രാത്രി കുറയും, അങ്ങനെ. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് ചേഞ്ച് വരുന്നത് ഈ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ കാരണമാണ്. 12th question. Next question, 12th question. The abstention movement was the milestone in the history of Travancore. Analyze this statement. The abstention movement was the milestone in the history of ട്രാവൻകൂറിൻ്റെ ചരിത്രത്തിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു എന്തെന്ന് പറയുന്നത്, അബ്സെൻഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് വിലക്ക് പ്രസ്ഥാനം, നിവർത്തന പ്രസ്ഥാനം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. The 1932 നിവർത്തനം or abstention movement was പവർഫുൾ പൊളിറ്റിക്കൽ അജിറ്റേഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ട്രാവൻകൂർ. അതായത് 1932 നിവർത്തനം അല്ലെങ്കിൽ വിലക്ക് പ്രസ്ഥാനം എന്താണ്, നമ്മുടെ തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു. ദ ക്രിസ്ത്യൻ, മുസ്ലിം ആൻഡ് ഈഴവ കമ്മ്യൂണിറ്റീസ് ഫോംഡ് എ പൊളിറ്റിക്കൽ കമ്മിറ്റി ആൻഡ് ലെഡ് ദ മൂവ്മെൻറ്റ് ജോയിൻലി. ക്രിസ്ത്യനും മുസ്ലിമും ഈഴവ സമുദായങ്ങളൊക്കെ ചേർന്ന് ഒരു രാഷ്ട്രീയ സമിതി രൂപീകരിക്കുകയും അവർ സംയുക്തമായിട്ട് ഒരു പ്രസ്ഥാനം നയിക്കുകയും ചെയ്തു. ദേ ഡിമാൻഡഡ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ് ജോബ്സ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അവർ സർക്കാർ ജോലികളിലും നിയമസഭയിലും പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, അതായത് ആനുപാതിക പ്രാതിനിധ്യം, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആവശ്യപ്പെട്ട് അവരെന്ത് ചെയ്തു, ഈ പ്രസ്ഥാനത്തെ അതിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. സർക്കാർ ജോലികളിലും നിയമസഭയിലും പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, അതായത് ആനുപാതിക പ്രാതിനിധ്യം അവർ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. സി കേശവൻ, NW ജോസഫ് ആൻഡ് PK കുഞ്ഞു ലീഡ് ദ മൂവ്മെൻറ്റ്. സി കേശവൻ, NB ജോസഫ്, PK കുഞ്ഞു എന്നിവരാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ എന്താണ് നിവർത്തനം അല്ലെങ്കിൽ അബ്സഷൻ മൂവ്മെൻറ്റ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് വിലക്ക് പ്രസ്ഥാനം അല്ലെങ്കിൽ നിവർത്തന പ്രസ്ഥാനം എന്നൊക്കെ പറയും. അതായത് ഇത് തിരുവിതാംകൂറിൽ നിന്ന് ശക്തമായ രാഷ്ട്രീയ ഒരു പ്രക്ഷോഭമായിരുന്നു ഇതെന്ന് പറയുന്നത്. ക്രിസ്ത്യനും മുസ്ലിംസും ഈഴവ സമുദായങ്ങളൊക്കെ ചേർന്ന് ഒരു രാഷ്ട്രീയ സമിതി രൂപീകരിക്കുകയും
എന്നിട്ട് സംയുക്തമായ പ്രസ്ഥാനത്തെ നയിക്കുകയും ചെയ്തു. അവർ ഒരുമിച്ച് സർക്കാർ ജോലികളിലും നിയമസഭയിലും എന്താണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇവരൊക്കെയായിരുന്നു ഇതിന് മുൻകൈ എടുത്തത്. കേശവൻ, NW ജോസഫ് ആൻഡ് PK കുഞ്ഞാണ് ഈ മൂവ്മെൻറ്റിനെ ലീഡ് ചെയ്തിരുന്നത്. അങ്ങനെ എന്താണ് അബ്സെൻഷൻ മൂവ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, പ്രിപ്പയർ എ നോട്ട് ബൈ അനലൈസിംഗ് ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലീഡ് ടു കുണ്ട്ര പ്രൊക്ലമേഷൻ. കുണ്ട്ര പ്രൊക്ലമേഷനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുണ്ട്ര പ്രൊക്ലമേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. On 11th January 1809, Veluthambi issued a proclamation at Kundra in Travancore, called upon the people to prepare for an armed struggle against the British dominance. This proclamation is known as the Kundra Proclamation. എന്താണ് കുണ്ട്ര പ്രൊക്ലമേഷൻ? 1809 ജനുവരി 11 വേലുത്തമ്പി തളവ. ആരാണ്? വേലുത്തമ്പി തളവ എന്ത് ചെയ്തു? തിരുവിതാംകൂറിലെ കുണ്ടറയിൽ ഒരു പ്രഖ്യാപനം പുറപ്പെടുവിക്കുകയാണ്. എന്തിനെതിരെയാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ആയുധ സമരം നടത്താൻ ജനങ്ങളെ ആഹ്വാനം ചെയ്ത ഈ പ്രഖ്യാപനമാണ് എന്തെന്ന് പറയുന്നത്? കുണ്ടറ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1809 ജനുവരി 11 വേലുത്തമ്പി തളവ എന്ത് ചെയ്തു? തിരുവിതാംകൂറിലെ കുണ്ടറയിൽ ഒരു പ്രഖ്യാപനം പുറപ്പെടുവിക്കുന്നു. ബ്രിട്ടീഷ് ഡൊമിനൻസിനെതിരെ എന്താണ്? ആയുധ സമരം നടത്താൻ, ആംഡ് സ്ട്രഗിൾ നടത്താൻ വേണ്ടിയിട്ട് ജനങ്ങളെ ആഹ്വാനം ചെയ്ത ഈ പ്രഖ്യാപനമാണ് എന്തെന്നറിയപ്പെടുന്നത്? കുണ്ടറ പ്രൊക്ലമേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നു നമുക്ക് നോക്കാം. In 1805, through an agreement signed between the English East India Company and the King of Travancore, marked the end of political freedom of Travancore. എന്താണ്? 1805 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിലുള്ള ഒരു കരാർ മൂലം തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അവസാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദ അഡ്മിനിസ്ട്രേഷൻ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് മക്കോളെ, ദ ബ്രിട്ടീഷ് റെസിഡൻറ്റ്. എന്താണ്? അപ്പോൾ ഈ ഭരണകൂടം ആരുടെ കയ്യിലായി? ബ്രിട്ടീഷ് റെസിഡൻ്റായ മക്കോളയുടെ നിയന്ത്രണത്തിലായി. അപ്പോൾ 1805 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിലുള്ള ഒരു കരാർ മൂലം എന്ത് ചെയ്യുന്നു? തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു. ഫ്രീഡം ഓഫ് പൊളിറ്റിക്കൽ ട്രാവൻകൂർ അവസാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അഡ്മിനിസ്ട്രേഷൻ ആർക്ക് കിട്ടി? മക്കോളയ്ക്ക്. ഭരണകൂടം ബ്രിട്ടീഷ് റെസിഡൻ്റായ മക്കോളയുടെ നിയന്ത്രണത്തിലായി. മക്കോളെ ക്യാൻസൽ ദ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ വേലുത്തമ്പി ദളവ. അതോടുകൂടി വേലുത്തമ്പി ദളവ അതുവരെ പുറപ്പെടുവിച്ച ഉത്തരവുകളൊക്കെ മക്കോള എന്ത് ചെയ്തു? റദ്ദാക്കി, ക്യാൻസൽ ചെയ്തു. മക്കോള ഇൻസ്റ്റഡ് ഓൺ ദ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓഫ് ദ ടാക്സ് അറിയേഴ്സ് ഔട്ട് ടു ദ കമ്പനിക്ക് അടയ്ക്കേണ്ട നികുതി കുടിശ്ശിക ഉടൻ അടയ്ക്കണമെന്ന് മക്കോള നിർബന്ധിച്ചു. അതാണ് കമ്പനിക്ക് അടയ്ക്കേണ്ട, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അടയ്ക്കേണ്ട നികുതി കുടിശ്ശിക, ടാക്സ് അരിയറൊക്കെ ഉടൻ തന്നെ അടയ്ക്കണമെന്ന് മക്കോള നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് കുണ്ടറ പ്രൊക്ലമേഷന് കാരണമായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കുണ്ടറ പ്രൊക്ലമേഷൻ? നമ്മൾ ഇയർ, മന്ത്, ഡേറ്റ് ഓർത്തിരിക്കുക. ആരാണ്? വേലുത്തമ്പി തളവ എന്തിനെതിരായിരുന്നു? ആയുധം കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണമെന്ന് വിളംബരം ചെയ്താണ് കുണ്ടറ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. അതിന് കാരണമായതെന്ന് വെച്ചാൽ 1805 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിലുള്ളൊരു കരാർ മൂലം തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം പോവുകയും അത് മക്കോള അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പവർ കിട്ടുകയും മക്കോള അതുവരെ ഉണ്ടായിരുന്ന വേലുത്തമ്പി തളവ ഇട്ട ഓർഡറുകളൊക്കെ ക്യാൻസൽ ചെയ്യുകയും പിന്നീട് ഉടൻ തന്നെ ടാക്സ് അരിയേഴ്സൊക്കെ കമ്പനിക്ക് അടയ്ക്കണമെന്ന് മക്കോള നിർബന്ധിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കുണ്ടറ പ്രൊക്ലമേഷൻ ഉണ്ടാവുന്നത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ അത്, പ്രൊക്ലമേഷൻ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. കുണ്ടറ പ്രൊക്ലമേഷൻ സർക്കംസ്റ്റൻസ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ്, വാട്ട് വേർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു കുറിച്യർ റിബലിയൻ. അടുത്തത് നമ്മൾ പറയുന്നത് കുറിച്യർ ലിബറിനെ കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെ സർക്കംസ്റ്റൻസ് ആണ് കുറിച്യർ റിബലിയനിലേക്ക് നയിച്ചത് എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓർ ക്വസ്റ്റ്യൻ ആണ് ബിയിൽ. അപ്പോൾ ഒന്നെങ്കിൽ കുണ്ടറ പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ കുറിച്യർ, ഇത് നമ്മൾ പഠിച്ച റിബലിയൻ ഏതെങ്കിലും പഠിച്ചു വച്ചിരിക്കണം. എന്താണ് കുറിച്യർ കലാപം എന്ന് നോക്കാം. ഇൻ 1812 ദ കുറിച്യർ ആൻഡ് കുറുമ്പ്ര
ട്രൈബൽ ഗ്രൂപ്പ്സ് ഓഫ് വയനാട് റോസ് ഇൻ റിബലിയൻ എഗൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഇറ്റ് വാസ് നോൺ ആസ് കുറിച്യർ റിബലിയൻ. എന്താണ് 1812 എന്താണ് വയനാട്ടിലെ കുറിച്യർ, കുറുമ്പർ എന്നീ ട്രൈബൽ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തി. ഇതാണ് എന്തെന്ന് അറിയപ്പെടുന്നത് കുറിച്യർ റിബലിയൻ എന്ന്. അപ്പോൾ ആരൊക്കെയാണ്? കുറുമ്പർ, കുറിച്യർ. അപ്പോൾ കുറുമ്പർ, കുറിച്യർ എന്നീ വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങൾ, ട്രൈബൽ വിഭാഗങ്ങൾ എന്ത് ചെയ്തു? ഗ്രൂപ്പ്സ് 1812 ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തി. ഇതാണ് എന്തെന്ന് അറിയപ്പെടുന്നത് കുറിച്യർ കലാപം എന്ന് അറിയപ്പെടുന്നത്. ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ സർക്കംസ്റ്റൻസസ് ലെഡ് ടു ദ റിബലിയൻ വെയർ. ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ദ ട്രൈബൽ പീപ്പിൾസ് ട്രൈ ടു ലാൻഡ് വെയർ സീസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. അതായത് ഈ ട്രൈബൽ പീപ്പിൾസിൻ്റെ ഭൂമി ബ്രിട്ടീഷുകാർ സീസ് ചെയ്തു, പിടിച്ചെടുത്തു. ദേ വെയർ നോട്ട് അലൗഡ് ടു കണ്ടിന്യൂ ദെയർ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്. എന്താണ്? പരമ്പരാഗതമായ കൃഷി രീതികൾ തുടരാൻ അവരെ അനുവദിച്ചില്ല. അവർ ട്രഡീഷണലായിട്ട് ചെയ്തു പോകുന്ന അവരുടെ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ച് ഫാമിംഗ് ചെയ്യാൻ സമ്മതിച്ചില്ല. ദ ബ്രിട്ടീഷ് ഡിമാൻഡഡ് മണി ഇൻസ്റ്റെഡ് ഓഫ് ഗുഡ്സ് ആസ് ടാക്സ്. എന്താണ്? അതുപോലെ നികുതിയായിട്ട് സാധനങ്ങൾക്ക് പകരം അവരെന്ത് ആവശ്യപ്പെട്ടു? മണി, പൈസ ആവശ്യപ്പെട്ടു. അപ്പം നികുതിയായിട്ട് സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു, മണി കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ദ ലീഡർ ഓഫ് ദിസ് റിബലിയൻ വാസ് രാമനമ്പി, ഓൾസോ നോൺ ആസ് രാമമൂപ്പൻ. അപ്പോൾ രാമനമ്പി, അതായത് രാമമൂപ്പനായിരുന്നു ഇതിൻ്റെ കലാപത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത്. ദ ഡയറക്ട്ലി അറ്റാക്ക് ദ ബ്രിട്ടീഷ് ആർമി സ്റ്റേഷൻഡ് അറ്റ് സുൽത്താൻ ബത്തേരി ആൻഡ് മാനന്തവാടി. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ ആക്രമിച്ചു. ബട്ട് ദ ബ്രിട്ടീഷ് സപ്രസ്ഡ് ദ റിബലിയൻ ബൈ ബ്രിങ്ങിങ് ഇൻ മോർ സോൾജേഴ്സ് ഫ്രം അതർ പ്ലേസ്. കൂടുതൽ സൈനികരെ എത്തിച്ചിട്ട് ബ്രിട്ടീഷുകാർ ഈ കലാപം പക്ഷേ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അപ്പോൾ രാമനമ്പിയും, അതായത് രാമമൂപ്പൻ എന്നറിയപ്പെടുന്ന ആളായിരുന്നു അദ്ദേഹമായിരുന്നു ഇതിന് ലീഡർ ആയിട്ടുണ്ടായിരുന്നത്. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലുള്ള അവരുടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ കൂടുതൽ സൈനികരെ കൊണ്ടുവന്ന കലാപത്തെ അവരെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്ലൈമറ്റിക് കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ദ ആർക്ടിക് റീജിയൻ ഓഫ് യൂറോപ്പ്. യൂറോപ്പിലെ ആർക്ടിക് റീജിയനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്ലൈമറ്റിക് കണ്ടീഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓർ അല്ലെങ്കിൽ അനലൈസ് ദ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ പൊതുവായിട്ടുള്ള ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്നിനാണ് ഉത്തരം എഴുതാൻ വേണ്ടിയാണ്. നമുക്ക് രണ്ടിൻ്റെയും ആൻസേഴ്സ് നോക്കാം. ആദ്യം ആർട്ടിക് റീജിയൻസ് ഓഫ് യൂറോപ്പ്, യൂറോപ്പിലുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ ആർട്ടിക് പാർട്സ് ഓഫ് യൂറോപ്പ് എക്സ്പീരിയൻസ് എ ടുണ്ട്ര ക്ലൈമറ്റ്. അതായത് യൂറോപ്പിൻ്റെ ആർട്ടിക് പ്രദേശങ്ങളിൽ എന്ത് ക്ലൈമറ്റാണ് അനുഭവപ്പെടുന്നത്? ടുണ്ട്ര ക്ലൈമറ്റ്. അപ്പോൾ നിങ്ങൾ അത് ടുണ്ട്ര ക്ലൈമറ്റ്. ഇറ്റ്സ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഷോർട്ട് ആൻഡ് കോൾഡ് സമ്മേഴ്സ് ആൻഡ് ലോങ് ഹാർഷ് വിൻ്റർ. ഇവിടെ അനുഭവപ്പെടുന്നത് എന്താണ്? ചെറുതും തണുത്തതുമായ വേനലും അതുപോലെ ഒരുപാട് ലോങ് ആയിട്ട് കടുത്തതുമായ വിൻ്റർ, ശീതകാലവുമാണ് ഇതിൻ്റെ സവിശേഷത. ഡ്യൂറിങ് സമ്മർ ദ ടെമ്പറേച്ചർ മേ റൈസ് അപ് ടു 10 degrees Celsius, while in winter it falls between -25 degree to -40 degree Celsius. വേനലിൽ താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയരുന്നത്. പക്ഷേ നമ്മുടെ വിൻ്ററിൽ -25 ഡിഗ്രി മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയും ചെയ്യും. ദർ ഇസ് നോ സൺലൈറ്റ് ഹിയർ ഫോർ 5 to 6 months ഇൻ വിൻ്റർ. അതായത് വിൻ്ററിൽ 5-6 മാസം എന്താണ് നമുക്ക് സൺലൈറ്റ്, സൂര്യപ്രകാശം ലഭ്യമേ ആവുകയില്ല. ഡ്യൂ ടു ദ ലോങ് നൈറ്റ്സ് ആൻഡ് എക്സ്ട്രീം കോൾഡ് പ്ലാന്റ് ഗ്രോത്ത് ഈസ് മിനിമൽ. എന്താണ് ഇത് കാരണം? നമ്മുടെ ഡ്യൂ ടു ദ ലോങ് നൈറ്റ്സ് ആൻഡ് എക്സ്ട്രീം കോൾഡ്, രാത്രിയുടെ ദൈർഘ്യം കൂടുതലും അതുപോലെ കോൾഡ്, എക്സ്ട്രീം കോൾഡും ആയതുകൊണ്ട് പ്ലാന്റ് ഗ്രോത്ത് ഈസ് മിനിമൽ. പ്ലാന്റിൻ്റെ വളർച്ചേനെ, അല്ലെ, സസ്യങ്ങളുടെ വളർച്ചേനെ ഇത് വളരെ കുറയ്ക്കും. ഓൺലി shrubs, mosses ആൻഡ് lichens that can withstand the cold generally grow in this climate. ഇവിടെ ചെറിയ ചെടികളും പായലും ലൈക്കൻസ് ഒക്കെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാത്രമേ ഇവിടെ അന്നേരം വളരുകയുള്ളൂ. ദ ലാക്ക് ഓഫ് വെജിറ്റേഷൻ ഓൾസോ അഫക്ട് ദ നമ്പർ ഓഫ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഫൗണ്ട് ഇൻ റീജിയൻ. അത് മാത്രമല്ല കട്ടിയുള്ള എന്നുള്ള രോഗം കൊണ്ടുള്ള ദ ലാക്ക് ഓഫ് വെജിറ്റേഷൻ ഓൾസോ അഫക്ട് ദ നമ്പർ ഓഫ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ആനിമൽ ഫൗണ്ട് ഇൻ ദ റീജിയൻ. അപ്പോൾ ഈ സസ്യങ്ങളുടെ കുറവ് കാരണം അത് ആനിമൽസിനെയും അത് ബാധിക്കും. ഓൺലി എ ഫ്യൂ കോൾഡ് റെസിസ്റ്റന്റ് ആനിമൽസ് സച്ച് as വോൾഫ്, റെയിൻഡേഴ്സ്, പോളാർ ബിയർ ആൻഡ് ആർട്ടിക് ഹെയർ വിച്ച് ഹാവ് തിക്ക് ഫർ ദാറ്റ് ക്യാൻ സർവൈവ് ദിസ് കണ്ടീഷൻ. അപ്പോൾ നല്ല കട്ടിയുള്ള രോമം കൊണ്ടുള്ള വൂൾഫ്, റെയിൻഡിയർ, പോളാർ കരടി, ആർട്ടിക് ഹെയർ, ആർട്ടിക് മൊയിൽ തുടങ്ങിയൊക്കെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്
കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ പൊതുവെ കുറവായിരിക്കും അല്ലേ. സമ്മറിൽ ടെമ്പറേച്ചർ ആകെ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുള്ളൂ. വിൻ്ററിൽ -25 ടു -40 വരെ ആയിരിക്കും. സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നൈറ്റിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും. കോൾഡും കാരണം പ്ലാന്റ്സ് വളരില്ല. ഇനി നമ്മളോട് ചോദിച്ചാൽ പൊതുവായിട്ടുള്ള ക്ലൈമറ്റാണ് ചോദിച്ചിരിക്കുന്നത്. യൂറോപ്പിൻ്റെ പൊതുവായ ക്ലൈമറ്റിനെ കുറിച്ചാണ് ഓവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. The general climatic characteristic of Europe is mild summers and relatively severe winters. Factors such as latitude, topography, and the closeness of the ocean are responsible for variation in the regional climate due to the high altitude and the influence of mountains. Cold and dry climate is experienced in the northern and eastern region. അതെന്താണെന്ന് വെച്ചാൽ യൂറോപ്പിൽ പൊതുവെ എന്താണ് കുറച്ച് മിതമായിട്ടുള്ള മൈൽഡായിട്ടുള്ള വേനലും എന്നാൽ നല്ല സിവിയറായ അതായത് കടുത്ത വിൻ്ററുമാണ് ഉള്ളത്, ശീതകാലവുമാണ് തണുപ്പ് കാലവുമാണ് ഉള്ളത് കാണപ്പെടുന്നത്. പിന്നെ ലാറ്റിറ്റ്യൂഡ്, ടോപ്പോഗ്രഫി അതായത് നമ്മുടെ അക്ഷാംശം, ഭൂപ്രകൃതി, അതുപോലെ നമ്മുടെ ക്ലോസ്നെസ് ഓഫ് ഓഷ്യൻ അതായത് സമുദ്രത്തിൻ്റെ സാമീപ്യം തുടങ്ങിയ ഘടകങ്ങളാണ് ഈ കാലാവസ്ഥ വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നത്. ഡ്യൂ ടു ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മൗണ്ടെയിൻ. പിന്നെ നമ്മുടെ വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള തണുത്തതും വരണ്ടുമായ കാലാവസ്ഥയാണ് കോൾഡ് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിൽ തണുത്തതും വരണ്ടതുമായ കാലാവസ്ഥയാണുള്ളത്. പിന്നെ ഹൗവർ ഇത് സദേൺ ആൻഡ് വെസ്റ്റേൺ റീജിയൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഓഷൻ റിസൾട്ട് ഇൻ ദ മോഡറേറ്റ് ക്ലൈമറ്റ്. പക്ഷേ തെക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ എന്താണ് സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. യൂറോപ്പ് ഈസ് ദ കോണ്ടിനെൻറ്റ് ഇൻ ദ വേൾഡ് വിത്തൗട്ട് ഡെസേർട്ട്. ലോകത്തിൽ മരുഭൂമി ഇല്ലാത്ത, ഡെസേർട്ട് ഇല്ലാത്ത ഒരേ ഒരു കോണ്ടിനെൻ്റാണ് എന്തെന്ന് പറയുന്നത് യൂറോപ്പ്. അപ്പോൾ ഡെസേർട്ട് ഇല്ലാത്ത ഒരേ ഒരു കോണ്ടിനെൻ്റാണ് യൂറോപ്പ്. മോറോവർ മോസ്റ്റ് പാർട്സ് ഓഫ് യൂറോപ്പ് റിസീവ് ബോത്ത് റെയിൻ ആൻഡ് സ്നോ. യൂറോപ്പിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും എന്താണ് മഴയും മഞ്ഞുവീഴ്ചയാണ് ലഭിക്കുക. അതാണ് യൂറോപ്പിൻ്റെ പൊതുവായ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് പരിശോധിച്ച് എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്? ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ, ഫെഡറൽ സിസ്റ്റം, സെപ്പറേഷൻ ഓഫ് പവർ, സ്മോളസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Articles of Confederation അല്ലേ, the framework of the constitution prepared by the colonies after the American War of Independence. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കോളനികൾ തയ്യാറാക്കിയ ഒരു ഭരണഘടനാ ചട്ടക്കൂടാണ് അല്ലേ. The Constitution of the United States is written one in the federal system. Accordingly, each state joining the union had certain powers of its own. അതായത് അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന എഴുതപ്പെട്ട ഫെഡറൽ ഭരണഘടനയാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ the Constitution of the United States is written one in the federal system. Accordingly, each state joining the union had certain powers of in its. അതായത് അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന എന്ന് പറയുന്നത് എഴുതപ്പെട്ട ഫെഡറൽ ഭരണഘടനയാണ്. അതുമാത്രമല്ല നമ്മുടെ യൂണിയൻ ചേർന്ന ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് എന്താണ് അമേരിക്കൻ ഇൻഡിപെൻഡൻസിന് ശേഷം, അതായത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കോളനികൾ തയ്യാറാക്കിയ ഒരു ഭരണഘടന ചട്ടക്കൂടാണ് എന്തെന്ന് പറയുന്നത്, ഫ്രെയിം വർക്കാണ് എന്തെന്ന് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റമാണ്, അതായത് ഫെഡറൽ ഭരണഘടനയാണ്. യൂണിയനിൽ ചേർന്ന ഓരോ സംസ്ഥാനത്തിനും ജോയിൻ ചെയ്ത ഓരോ സംസ്ഥാനത്തിനും എന്തുണ്ടാവും? സ്വന്തമായ അധികാരങ്ങൾ, സർട്ടൈൻ പവേഴ്സ് ഓഫ് ഇറ്റ്സ്, സ്വന്തമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. ദ സ്മോളസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ്. ദ സെൻട്രൽ ഗവൺമെൻറ് ആസ് ദ അതോറിറ്റി ഓവർ ഫോറിൻ അഫയേഴ്സ്, വാർ, ഇൻട്രസ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കറൻസി. അതായത് വിദേശകാര്യങ്ങൾ, യുദ്ധം, പിന്നെ നമ്മുടെ ഫോറിൻ അഫയേഴ്സ്, പിന്നെ അതുപോലെ അന്തർ സംസ്ഥാന വ്യാപാരം, നാണയം, ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിലാണ് വരുന്നത്. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാഡ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ്. അതുപോലെ സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാരിൽ എന്തുണ്ട്? പ്രാതിനിധ്യമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ലാസ്റ്റ് പോയിന്റ്, ദ പവേഴ്സ് ഓഫ് ദ 3 branches ഓഫ് ദ ഗവൺമെൻറ് സച്ച് ആസ് ദ കോൺഗ്രസ്, ദ പ്രസിഡന്റ്,
ദ ജുഡീഷ്യറി ആർ ക്ലിയർലി സ്പെസിഫൈഡ്. അപ്പോൾ കോൺഗ്രസ്, പ്രസിഡൻറ്റ്, പിന്നെന്താണ് ജുഡീഷ്യറി ന്യായവ്യവസ്ഥ എന്നീ ഭരണകൂടത്തിൻ്റെ 3 ശാഖകളുടെ അധികാരങ്ങൾ എന്താണ് വ്യക്തമായിട്ട് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് ക്ലിയർ ആയിട്ട് നിർവചിച്ചിട്ടുണ്ട്. ദ പവേഴ്സ് ഓഫ് ദ 3 ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? കോൺഗ്രസ്, ദ പ്രസിഡൻറ്റ്, ദ ജുഡീഷ്യറി. അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അധികാരങ്ങൾ വ്യക്തമായിട്ട് ഈ 3 ശാഖകളുടെയും അധികാരങ്ങൾ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്, ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗൈൻ. താങ്ക് യു.